Hi all, welcome you all to Entri Montessori. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് വളരെ ഇന്നോവേറ്ററി ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ കോൺസെപ്റ്റ് ഓഫ് VARK. വാർക്ക് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് നീൽ ഫ്ലമ്മിംഗ് ആണ്. എന്താണ് ഈ VARK? വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ വളരെ ഫോർമേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്നത്തെ ടീച്ചിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മെത്തേഡിലേക്ക് കടന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വാർക്ക്. വാട്ട് ഇസ് VARK? വിഷ്വൽ, ഓഡിറ്ററി, റീഡിംഗ് ഓർ റൈറ്റിംഗ്, കൈനസ്തെറ്റിക്. എന്താണ് വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം വിഷ്വൽ ഇമേജസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ട് പഠിപ്പിക്കുക, ദാറ്റ് ഈസ് ലേണിംഗ് ത്രൂ സീയിങ് എന്ന് നമ്മൾ പറയൂ അല്ലെ. ഡിസ്കവറിങ് ന്യൂ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. അപ്പൊ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു കുട്ടിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ആ കാര്യം കുട്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു കാര്യം നമ്മൾ സാധാരണ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയിലേക്ക് എന്താവാനായിട്ടുള്ള ഒരു സാധ്യതയില്ല, അത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. മറിച്ച് ആ കുട്ടി എന്ത് ചെയ്യുന്നു, ആ കോൺസെപ്റ്റ് ജസ്റ്റ് റൂട്ട് ലേണിംഗ് ബൈ ഹാർട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു ഹ്യൂമൻ ബോഡിയെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇമേജസ് ഒന്നും കാണിക്കുന്നില്ല, ചുമ്മാ പറയുവാണ് ഇങ്ങനെയാണ് ഹെഡ് വരുന്നത്, ഇത്രയും പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടി ആ പരീക്ഷ പാസ്സാവണം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, പഠിച്ചേക്കാം. ചുവന്ന കളർ എന്ന് പറയുന്നത് നമ്മളൊരു പ്രീ KGയിൽ പഠിപ്പിക്കുന്ന കുട്ടിയോട് പറയും ചുവന്ന കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കളേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് പഠിക്കുന്നു. പക്ഷേ ആ കുട്ടി തൻ്റെ റിയൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ വിഷ്വൽ എന്ന് പറയുന്നത് എന്താണ്, ലേണിംഗ് ത്രൂ സീയിങ് ആണ് അല്ലെ. ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്, പിക്ചേഴ്സ് ആൻഡ് സിമ്പിൾസ്, എക്സ്പെഷ്യലി റീകോളിംഗ് തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മളൊരു ഇമേജ് കാണുന്ന സമയത്ത് ആ കാര്യം മൈൻഡിൽ സ്റ്റോർഡപ്പ് ആവുകയും ആ കാര്യം ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ മൈൻഡിലേക്ക് റീകോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുമാണ് അവിടെ ലഭിക്കുന്നത്. നമ്മുടെ മൈൻഡിൻ്റെ ഒരു സവിശേഷതയുണ്ട്. എന്താണ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം കാലം കഴിഞ്ഞാലും അത് നമ്മളുടെ മൈൻഡിൽ എപ്പോഴും എന്താ സ്റ്റോർഡപ്പ് ആവും അല്ലേ. നമ്മളെ കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപികയെ അല്ലെങ്കിൽ കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരോട് നമുക്കൊരു പ്രത്യേക സ്നേഹമാണ്. കാരണം നമ്മളുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മുടെ മൈൻഡിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്തത് ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയോട് നമുക്ക് വളരെയധികം ഇമ്മൻസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹം തോന്നുന്നത് അല്ലേ. രണ്ടാമത്തത് ഓഡിറ്ററി ആണ്, അതായത് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, വൊക്കാബുലറി ഡെവലപ്മെന്റ് എന്ന് പറയും. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് നമ്മൾ ഒത്തറൈസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ബേസിക്കലി ചെയ്യുന്നത് എന്താണ്, കേട്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം മോണ്ടിസോറിയിലാണെങ്കിൽ പിങ്ക് സീരീസ് ലെറ്റർ ഉണ്ട്, ബ്ലൂ സീരീസ് ലെറ്റർ ഉണ്ട്, ഗ്രീൻ ലെറ്റർ സീരീസ് ഉണ്ട് അല്ലെ. അങ്ങനെ നമ്മളുടെ ഗ്രാമർ സീക്വൻസസിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ് നമ്മളുടെ ആ ഒരു ഫോണറ്റിക് സ്കിൽ എന്ന് പറയുന്നത് അല്ലെ. കാരണം കുട്ടി ആദ്യമായി കേൾക്കുന്നത് ഓരോ വാക്കുകളും അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയിൽ നിന്നാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുകയാണ്, സേ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നു എന്റർപ്രീനർ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്തായി, ആ കുട്ടി ഓൺട്രപ്രീനർ എന്നുള്ള വാക്കാണ് എന്റർപ്രീനർ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് അല്ലെ. ലൈഫ് ലോങ്ങിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്റർപ്രീനർ എന്ന് തന്നെ പറഞ്ഞ് പഠിച്ചേക്കാം. ഓൺട്രപ്രീനർ എന്നുള്ള വാക്ക് കുട്ടി ചിലപ്പം അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം കുട്ടി പറയും എൻ്റെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഒരിക്കലും എന്തില്ല, മിസ്റ്റേക്സ് അവർ ചെയ്യില്ല. അപ്പൊ ഓൺട്രപ്രീനർ എന്നുള്ള വാക്കാണ് കുട്ടി അവിടെ എന്റർപ്രീനർ എന്ന് പറഞ്ഞ് വായിച്ചിരിക്കുന്നത്. സോ അവിടെ എന്തുണ്ട്, മിസ്റ്റേക്ക് വന്നിരിക്കുന്നു അല്ലെ. സോ ദ നെക്സ്റ്റ് ഇസ് റീഡ് ആൻഡ് റൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടിയെ എഴുതി തന്നെ പഠിപ്പിക്കണം അല്ലെ. പല ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്, കുട്ടിയെ എഴുതി പഠിപ്പിക്കുന്നില്ല. കുട്ടിയെ വായിക്കാനായിട്ടും പഠിപ്പിക്കാത്ത ചില സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, നമ്മളൊരു കോൺസെപ്റ്റ് കുട്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ആ കോൺസെപ്റ്റ് എഴുതാനായിട്ടും വായിക്കാനായിട്ടും എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം അല്ലെ. കാരണം ഒരു വാക്ക് കാണുന്ന സമയത്ത് റെഡ് എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതിയാൽ RED ആണ് റെഡ് എന്ന് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരിക്കണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്
സാധിച്ചിരിക്കണം. ഇത് തന്നെയാണ് ബേസിക്കലി നമ്മൾ മോണ്ടിസോറിയിൽ ഈ ബ്ലെൻഡിങ് വേർഡ്സും അതുപോലെയുള്ള പല ടെക്നിക്സ് ഉപയോഗിച്ചും നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. സാൻഡ് പേപ്പർ ലെറ്റർ, സാൻഡ് പേപ്പർ നമ്പർ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. എന്താ നമ്മൾ അവിടെ ആക്ച്വലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച്, നമ്മളുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഉപയോഗിച്ച് നമ്മൾ സാൻഡ് പേപ്പർ ഹോൾഡ് ചെയ്ത് ട്രേസ് ചെയ്യിപ്പിക്കുകയാണ് കുട്ടിയെ. ആ ട്രേസിങ്ങിലൂടെ കുട്ടിയിലേക്ക് എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? ആ ഒരു സെൻസറി സ്കിൽ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാണ്. കുട്ടി എഴുതാനും വായിക്കാനായിട്ടും എന്ത് ചെയ്യാണ്? വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൈനസ്തെറ്റിക് എന്ന് പറയുന്നത്. എന്താണ് കൈനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്? അതായത് ടാക്ടൈൽ സ്കില്ലുകൾ അല്ലെ. നമ്മൾ എന്താ ടാക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇതൊരു ചെയർ ആണ്, നമ്മൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നു അല്ലെ. നമ്മളൊരു ഇങ്ങനെ സാധാരണ ചെയർ ഒന്നും ഇല്ല, സാധാരണ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണ്, എന്നിട്ട് നമ്മൾ പറയണം ഇത് ചെയർ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. അപ്പം അനുഭവിച്ച് ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് കൈനസ്തെറ്റിക്സ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. നമുക്കിപ്പം തെർമിക് ടാബ്ലറ്റുകൾ ഉണ്ട് നമ്മളുടെ മോണ്ടിസോറിയിൽ തന്നെ. നമുക്ക് തെർമിക് ടാബ്ലറ്റ്സ് ഉണ്ട്, അതായത് പലതരത്തിലുള്ള ആ ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് തെർമിക് ബോട്ടിലുകൾ ഉണ്ട്, നമുക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതൊക്കെ എന്തിനാണ്? കുട്ടിക്ക് പല അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കോൾഡ് ആയിട്ടുള്ളതുണ്ട്, വെരി ഹോട്ട് ആയിട്ടുള്ളതുണ്ട്, വെരി കോൾഡ് ആയിട്ടുള്ളതുണ്ട്. സോ ഇതിനെ ഒരു മാച്ചിങ് സ്കിൽ എന്ന് പറയുന്നതും എന്തിലൂടെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു കൈനസ്തെറ്റിക്സിലൂടെയാണ് ഡെവലപ്പ് ചെയ്യാനായി പറ്റുന്നത്. അപ്പൊ ഒന്ന് വെർബൽ ഉണ്ട് അല്ലെ, ഓഡിറ്ററി ഉണ്ട്, റീഡിങ് റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കൈനസ്തെറ്റിക്കും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വന്ന ഒന്നാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ കുട്ടിക്ക് എന്താ ചെയ്യുന്നത്? ഒരു കാര്യത്തെ കുറിച്ച് ചെയ്ത് പഠിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാൻഡ്സ് ഓൺ ലേണേഴ്സ് എന്ന് നമ്മൾ പറയും അല്ലെ. അതായത് ചെയ്ത് പ്രാക്ടിക്കലി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ വാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ, ഓഡിറ്ററി, റീഡിംഗ് റൈറ്റിംഗ്, അതുപോലെ തന്നെ കൈനസ്തെറ്റിക് ആണ്. അപ്പൊ എപ്പോഴും ആസ് ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ 4 കോൺസെപ്റ്റും ഒരു കാരണവശാലും മറക്കാതിരിക്കുക. കാരണം വെർബലി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം കുട്ടിയുടെ മൈൻഡിൽ വെർബലി തന്നെ റെപ്രസെന്റ് ചെയ്ത് കിട്ടും. ഓഡിറ്ററി ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ആ കുട്ടിയുടെ മൈൻഡിൽ, ആ കുട്ടിയുടെ ചെവിയിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. ഒരു കുട്ടിയെ എഴുതാനും വായിക്കാനുമായി പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി മാത്രമല്ല, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം അല്ലേ, ഒരു കുട്ടി എഡ്യൂക്കേറ്റഡ് ആവുന്ന സമയത്ത് ആ കുട്ടി മാത്രമല്ല എഡ്യൂക്കേറ്റഡ് ആവുന്നത്, ചുറ്റുപാടും കൂടിയാണ് എഡ്യൂക്കേറ്റഡ് ആവുന്നത്. ആ കോൺസെപ്റ്റ് എപ്പോഴും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കൈനസ്തെറ്റിക് എബിലിറ്റിയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. വി ആസ് ടീച്ചേഴ്സ്, ദി ഡെസ്റ്റിനി ഓഫ് എ നേഷൻ ഈസ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂം എന്നുള്ളത് എപ്പോഴും എല്ലാവരുടെയും മൈൻഡിൽ വെക്കുക. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.